ഗുഡ് മോർണിംഗ് ടീച്ചേഴ്സ്. ബാച്ച് 2ന്റെ ഡേ 2ലേക്കാണ് നമ്മളിപ്പോൾ കടന്നിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ദിവസം എന്തൊക്കെ നോക്കാമെന്നോ? ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 മെയിൻ ടാസ്കുകളാണ്. ഒന്ന് ജനറേറ്റിംഗ് ലെസൺ പ്ലാൻസ്, പിന്നെ രണ്ടാമത്തത് ഇൻട്രൊഡക്ഷൻ ടു ഇമേജ് വീഡിയോ ടൂൾസ്. ഇതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ AI ടൂൾസ് പരിചയപ്പെടുന്നുണ്ട്? ChatGPT, ഓഫ് കോഴ്സ് നമുക്കറിയാം. മെറ്റ AI, വാട്സപ്പിന്റെ മെറ്റ AI ആണ്. പക്ഷേ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് മെറ്റ AI എന്ന വെബ്സൈറ്റ് ആണ്. പിന്നെ പിക്സ്വേഴ്സ് എന്ന് പറഞ്ഞ ഒരു പുതിയൊരു AI ടൂളും പരിചയപ്പെടുന്നുണ്ട്. ശരി, നമുക്ക് കടക്കാം. ആദ്യം ചാറ്റ് GPT ഓപ്പൺ ആക്കുക. പുതിയ ടാബ് എടുത്തു, ChatGPT ടൈപ്പ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമുക്ക് പരിചയപ്പെടേണ്ട ഈ ലെസൺ പ്ലാൻ തയ്യാറാക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു ഇംഗ്ലീഷിന്റെ ലെസൺ പ്ലാനാണ് നമ്മൾ ഫസ്റ്റ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു പ്രോജക്റ്റ് ആണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ക്രിയേറ്റ് എ യുണീക് ചൈൽഡ് ഫ്രണ്ട്ലി ടീച്ചിങ് മാനുവൽ based on the attached PDFs. Use a clear teacher-like tone, simple structure, and include engaging activities. Make it printable and visually clean. ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ടീച്ചിങ് മാനുവലാണ് വേണ്ടത്. ചൈൽഡ് ഫ്രണ്ട്ലി ആയിരിക്കണം. ബേസ്ഡ് ഓൺ ദ അറ്റാച്ച്ഡ് PDF. അറ്റാച്ച് ചെയ്ത് നിങ്ങളൊരു സാമ്പിൾ PDF ആയിരിക്കും അതിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ടീച്ചിങ് മാനുവൽ ആയിരിക്കണം തയ്യാറാക്കി തരേണ്ടത്. ഇത് ക്ലിയർ ആയിരിക്കണം. ടീച്ചർ ലൈക്ക് ടോൺ അതിലുണ്ടായിരിക്കണം. സിമ്പിൾ സ്ട്രക്ചർ ആയിരിക്കും. കൂടാതെ എൻഗേജിങ് ആക്ടിവിറ്റീസും അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കണം. അവസാനം മേക്ക് ഇറ്റ് പ്രിന്റബിൾ ആൻഡ് വിഷ്വലി ക്ലീൻ ആയിരിക്കണം എന്നും പറയും. ഓക്കെ, ക്ലിയർ. നമുക്ക് അതിന്റെ കോപ്പി എടുക്കാം. ChatGPT വന്ന് അതിനെ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, റെഡി. ഇനി അടുത്തായിട്ട് ഇതിനെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കമ്പ്യൂട്ടറിൽ എവിടെയാണോ ഈ പർട്ടിക്കുലർ PDF കിടക്കുന്നത് അത് പറഞ്ഞു കൊടുക്കുക. ഫോണിലാണെങ്കിൽ ഫോണിൽ എവിടെയാണ് ഡൗൺലോഡ് ചെയ്തോ സേവ് ചെയ്തോ ഉണ്ടാവുമല്ലോ, ആ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. എൻ്റെ കമ്പ്യൂട്ടറിലെ ഇതാണ് ലൊക്കേഷൻ. ഒന്ന് ഓപ്പൺ ചെയ്തൊന്ന് കാണിച്ചു തരാം. ഈ കാണുന്ന ഞാൻ തയ്യാറാക്കാൻ വേണ്ടി എടുത്ത് ചെയ്യുന്നത് ഇൻ ഹാർമണി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആഡ് ഫോട്ടോസ് ആൻഡ് ഫയൽസ് എന്ന ഓപ്ഷൻ വഴി ആ PDF അത് തന്നെയാണ് കൺഫേം ചെയ്തതിന് ശേഷം അതിനെ സെലക്ട് ചെയ്ത് കൊടുക്കും. ഓപ്പൺ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്ലോഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ഇപ്പൊ അപ്ലോഡ് ചെയ്ത കഴിഞ്ഞു. ഇനി സെൻഡ് പ്രോംപ്റ്റ് കൊടുത്ത് നോക്കാം. ഇപ്പൊ ഈ തയ്യാറായി വന്നതാണ് നമ്മുടെ ടീച്ചിങ് മാനുവൽ അല്ലെങ്കിൽ ലെസൺ പ്ലാൻ എന്ന് പറയുന്നത്. വളരെ ചെറിയ ഒരു ടീച്ചിങ് മാനുവലാണ് നമ്മൾ തന്നിരിക്കുന്നത്. എല്ലാ നമ്മളിവിടെ ഒരു
ഉണ്ടല്ലോ അത് ബേസ് ചെയ്തിട്ട് മറ്റ് മാതൃകകളുള്ളതാണ്. ആക്ടിവിറ്റി 3 അതിൻ്റെ അകത്ത് ചെറുതാണ്, മൂന്നാണ് ഇതിനകത്ത് ചെറുതായിട്ട് വന്നത്. അതായത് അഡീഷണൽ ആയിട്ട് ടീച്ചർ ടിപ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ. അപ്പോ ഈ റിസൾട്ട് നമ്മൾ കണ്ടല്ലോ. ഇനി നമുക്ക് എല്ലാ സാധാരണ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കൂടുതൽ കാര്യങ്ങളുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോംപ്റ്റുകൾ കൊടുത്ത് കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയുന്നത് നമുക്ക് എല്ലാ AI ടൂളുകളിലും എന്തുണ്ട്, കൂടുതൽ റിസൾട്ടിനെ മെച്ചപ്പെടുത്താനുള്ള ഒരു ടാക്സ് ഇതിനകത്ത് AI ഹാക്ക് എന്ന് പറഞ്ഞ നോട്ടിനകത്തുണ്ട്, മെറ്റീരിയലിനകത്തുണ്ട്. AI ഹാക്ക് എന്ന് പറയുന്ന ഈ രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഈ കാണുന്നതാണ് AI ഹാക്സ്. എല്ലാം ഒന്നും ഉപയോഗിക്കുന്ന അത്യാവശ്യം ഒന്നോ രണ്ടോ ഹാക്ക് മാത്രം എടുക്കും. ഇപ്പൊ ഞാൻ ഇതിനകത്ത് ഹ്യൂമനൈസ്ഡ് എന്ന് പറയുന്നു ഈ ഹാഷ് ടാഗാണ് എടുക്കാൻ പോകുന്നത്. കോപ്പി ഇതൊക്കെ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഹ്യൂമനൈസ് ചെയ്തിട്ട് നേരത്തെ തന്ന റിസൾട്ട് ഇതിനകത്തുള്ള കൂടുതൽ ടാക്സ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് കിട്ടിയ ഈ രണ്ടാമത്തെ റിസൾട്ടിനെ നമ്മൾ കോപ്പി എടുക്കണം. യൂണിറ്റ് 3 ഒന്ന് പിക്ക് ചെയ്യണം, പിക്ക് ചെയ്യണം, പിക്ക് ചെയ്യണം, പിക്ക് ചെയ്യണം, പിക്ക് ചെയ്യണം. ഇവിടെ തന്നെ വേണം അത്രയും കിട്ടുക. ഇത്രയും മതിയാവുമായിരിക്കും. കോപ്പി എടുക്കും. ഇനി നമുക്ക് അടുത്ത ഘട്ടമായിട്ട് ഈ പ്ലസ് ക്ലിക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കോപ്പി എടുത്ത് വെച്ചതിനെ നമ്മൾ പുതിയൊരു ഗൂഗിൾ ഡോക്സ് ഓപ്പൺ ആക്കി അതിനകത്ത് പേസ്റ്റ് ചെയ്യാം. എന്താണ് ഗൂഗിൾ ഡോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ തരുന്ന മറ്റൊരു സൗജന്യ സർവീസാണ്. നമ്മുടെ വേർഡ് അല്ലെങ്കിൽ ഓപ്പൺ ഓഫീസിനകത്തുള്ള വേർഡ് പ്രോസസ്സർ പോലുള്ള ഒരു മറ്റൊരു ഇതാണ്. ടൈപ്പ് ചെയ്യാനും മറ്റേ വേർഡ്സിനെ എന്തോ ഫോർമാറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു മറ്റൊരു ഫ്രീ ടൂളാണ്. അപ്പോൾ അത് എടുക്കാനായിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്ത് അതിനകത്ത് ഗൂഗിൾ ഡോക്ക് എന്ന് വിളിക്കുക. നമ്മൾ ഗൂഗിളിൽ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് അതിനെ ആക്സസ് ചെയ്യാൻ സാധിക്കും. ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ഗൂഗിൾ ഡോക്കാണ് ക്ലിക്ക് ചെയ്ത് വളരെ ഈസിയാണ്. വേറെ പ്രൊസീജിയർ ഒന്നുമില്ല. നേരത്തെ കോപ്പി എടുത്ത് വെച്ച് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് നമ്മുടെ സ്കൂളിൻ്റെ പേരോ നമ്മുടെ പേരോ ഒക്കെ ടൈപ്പ് ചെയ്ത് അതൊന്ന് നമ്മൾ മനോഹരമാക്കില്ല. ഹ്യൂമനൈസ്ഡ് വേർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട. ഓക്കെ, നമുക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്തിയത് ഇവിടെ ക്ലിക്ക് ചെയ്ത് ടൈറ്റിലാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ഫസ്റ്റ് ലൈൻ ഇങ്ങോട്ട് അപ്ലൈ ആയിട്ടുണ്ട്.
ഓക്കെ, അത് നമുക്ക് ടൈറ്റിൽ ബാറിൽ കാണാൻ പറ്റും. സേവ് ചെയ്യുക, അതിന് വേണ്ടി ഫയലിൽ പോകണം. ഫയലിൽ പോയിട്ട് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെയാണ്. PDF ഇതറിയാം. ഇത് നമുക്ക് ഓപ്പൺ ഡോക്യുമെന്റ് ഫോർമാറ്റ്. ഇത് ഉബുണ്ടു ഒക്കെ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നീട് എഡിറ്റ് ചെയ്യാനായി ഒരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ PDF ആയിട്ട് ചെയ്യും. സമഗ്രയിലൊക്കെ ചെയ്യുമ്പോൾ PDF ആയിട്ട് ചെയ്യാവുന്ന ഡോക്ടറായിട്ടും ചെയ്യും. പിന്നെ കോപ്പി എടുത്ത് ഡയറക്റ്റ് ആയിട്ട് സമഗ്രയിൽ അയക്കാനും സാധിക്കും. ഓക്കെ 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 ഓക്കെ. നമ്മൾ ഇപ്പോൾ ഈ കണ്ട ടീച്ചിങ് മാനുവൽ നമുക്ക് തയ്യാറാക്കി തന്നത് ChatGPT വഴിയാണ്. ഇത് നമുക്ക് ജെമിനി വഴിയും ചെയ്യാൻ പറ്റും. രണ്ടിലും ട്രൈ ചെയ്ത് നോക്കണം. റിസൾട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സെയിം പ്രോംപ്റ്റ് ഉപയോഗിക്കാം, സെയിം PDF ഉപയോഗിക്കാം. യെസ്, അപ്പൊ നമുക്ക് നോക്കാം. രണ്ടാമത്തെ പ്രോംപ്റ്റ് ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ആദ്യത്തെ പ്രോംപ്റ്റ് ഇതായിരുന്നു. ഇത് രണ്ടാമത്തെ പ്രോംപ്റ്റ്. രണ്ടാമത്തെ പ്രോംപ്റ്റിൽ മലയാളമാണ്. ആ മലയാളത്തിനെ നമ്മൾ സെലക്ട് ചെയ്ത് കോപ്പി എടുത്ത് ഈ ഇംഗ്ലീഷിന്റെ ഇവിടെയാണ് റീറ്റാം. നമുക്ക് പുതിയ ഓപ്പൺ ആക്കിയിട്ട് ഇതിനകത്ത് പേസ്റ്റ് ചെയ്ത് പുതിയൊരു സബ്ജക്റ്റ് ചെയ്യുവാണെങ്കിൽ ന്യൂജാക്ക് കൊടുക്കുകയും ചെയ്യും. ഇല്ലെങ്കിൽ ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള റിസൾട്ട് ആയിരിക്കും അതിന് തരിക. ഇനി ഇത് ഇവിടെ കിടക്കുന്നതെന്നുണ്ടോ നമുക്ക് നോക്കണം. 9ാം ക്ലാസ്സിന്റെ നന്നായി ഉണ്ണാൻ എന്ന് പറയുന്ന പാഠഭാഗം വരുമ്പോൾ ഇത് സെലക്ട് ചെയ്ത് അവിടെ കൊടുക്കുക. ഓക്കെ, ഇപ്പൊ ഇതായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായിരുന്നു പ്രോംപ്റ്റിൽ പറഞ്ഞത്? അറ്റാച്ച് ചെയ്ത PDF അടിസ്ഥാനമാക്കി ലളിതവും കുട്ടികൾക്ക് എളുപ്പം മനസ്സിലാക്കുന്നതുമായ ഒരു ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുക. അധ്യാപക ശൈലിയിൽ വ്യക്തമായി എഴുതുകയും ക്രമബദ്ധമായ ഘടന പാലിക്കുകയും ചെയ്യും. കുട്ടികളെ ആകർഷിക്കുന്ന രസകരമായ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തുക. പ്രിന്റ് ചെയ്യാൻ അനുയോജ്യമായതും കാഴ്ചയ്ക്ക് വൃത്തിയുള്ളതുമായ രൂപത്തിൽ ഒരുക്കുക. മാനുവൽ ഇത് നമുക്ക് ക്ലെയിം ചെയ്യാൻ കൊടുക്കുമ്പോൾ റെഡിയായി വരും. ടാഗ് കൊടുത്തിട്ട് അത് തുറന്ന് വെച്ചിട്ട് കാറ്റെടുത്ത് നോ AI സെൽഫ് തുടങ്ങിയ ഒരു നോ AI കഴിഞ്ഞു. ഓക്കെ, നോ AI സെൽഫ്. അതോടെ നിൽക്കട്ടെ, നമുക്ക് ജെമിനിയിൽ കൂടെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം.
മെക്കാനിക്സ് ചെയ്ത് ജെമിനിയിൽ പേസ്റ്റ് ചെയ്ത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എവിടെയാണ് ഫയൽ സേവ് ചെയ്തിരിക്കുന്നത് അതിനെ പറഞ്ഞു കൊടുത്തു. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. നാച്ചുറൽ പവർ കൊടുക്കും. ഓരോന്നിങ്ങനെ മാറ്റി മാറ്റി പരീക്ഷിച്ചു. ഓക്കെ, അത് ടാപ്പ് കൊണ്ട് ഓക്കെ. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞു? ഇന്ന് 2 ടാസ്ക് ആയിരുന്നു ഇന്ന് ചെയ്യാനായിട്ടുള്ളത്. ആദ്യത്തത് ജനറേറ്റിംഗ് ലെസൺ പ്ലാൻ ആണ് നമ്മളിപ്പോൾ നോക്കിയത്. അതിനുവേണ്ടി 2 തരം മലയാളം ഇംഗ്ലീഷ് അങ്ങനെ 2 തരം പ്രോംപ്റ്റ് ആണ് ഉണ്ടായിരുന്നത്. ഇംഗ്ലീഷ് നമ്മൾ 3-ാം ക്ലാസ്സിന്റെ ഹാർമണി എന്ന് പറയുന്ന യൂണിറ്റാണ് നമ്മൾ നോക്കിയത്. അത് നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് കിട്ടി. നമ്മൾ ഒരു ഗൂഗിൾ ഡോക്ക് ഓപ്പൺ ആക്കി അതിനകത്തുണ്ട് ഈ റിസൾട്ടിനെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തു. എന്നിട്ട് നമ്മുടെ ഡിവൈസിൽ സേവ് ചെയ്ത് വെച്ചു. അതുപോലെ രണ്ടാമത്തതായിട്ട് മലയാളത്തിലുള്ള 2-ാം ക്ലാസ്സിന്റെ നന്നായി എണ്ണാവുന്നതാണ്. അത് ചാറ്റ് ജിപിടിയിൽ തയ്യാറാക്കി ഗൂഗിൾ ജെമിനി ഇത് തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ മനസ്സിലാവുന്നു ഫെയിലിയർ ആയി. ഇത് വേറെ ഹാൽസിനേഷൻ എന്ന് പറയും. നമ്മളൊരു പ്രോംപ്റ്റ് കൊടുത്തു, ആ പ്രോംപ്റ്റ് റിസൾട്ട് നമുക്ക് പൂർണ്ണമായിട്ട് തന്നിട്ടില്ല, പുറകിൽ പോയെന്നോ അതൊക്കെ നമുക്ക് പറയാം. നമുക്ക് ഒരിക്കൽ കൂടെ ട്രൈ ചെയ്യാം. ഇങ്ങനെയൊക്കെ ഇതിനകത്ത് സംഭവം. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ വീണ്ടും ശ്രമിക്കും. കോപ്പി എടുത്ത് വെച്ചിട്ട് ഈ നാച്ചുറൽ പ്രോബ്ലം കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്നിട്ട് PDF അറ്റാച്ച്. Refining the approach. Developing activities. അവിടെ കിട്ടും, ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റിസൾട്ട് കിട്ടുമോ? പരിപാടി പെയിന്റ് നമ്മളങ്ങനെ വിട്ടുകൊടുക്കുന്ന ആളുകളല്ല. നമ്മൾ ഇനി എന്ത് ചെയ്യും? വീണ്ടും പുതിയ പ്രോംപ്റ്റ് എടുത്തിട്ട് ന്യൂസ് എടുത്തിട്ട് വീണ്ടും ശ്രമിക്കും. വീണ്ടും പേസ്റ്റ് എടുത്ത് ഇമേജ് ഒന്നും അല്ല സെലക്ട് ചെയ്തിരിക്കുന്നത്, സാധാരണ ചാറ്റാണ്. ഇമേജിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ എനേബിൾ ചെയ്ത് വെച്ച് ഒരു സാധാരണ ചാറ്റാണ് കൺട്രോൾ ചെയ്ത ശേഷം വീണ്ടും എടുക്കുക. അവിടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോൺ ചെയ്ത് ഇത് മാത്രമേ എനേബിൾ ആവുന്നു. ഫാസ്റ്റ് എന്ന് പറയുന്ന ഓൺലൈൻ ഓപ്ഷനാണ്. ഇത് ചിലർക്ക് ഇപ്പോൾ ആക്ടിവേറ്റ് ആയിരിക്കും. ഇതിപ്പോൾ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ ഇപ്പോൾ ആക്ടിവേറ്റ് ആവും. ഇല്ലെങ്കിൽ പ്രോസസ് എന്തായാലും കാണും. ഫാസ്റ്റിൽ കിട്ടും കേട്ടോ. അതായത് ഓരോ മോഡ് നമുക്ക് വരുന്നത് കണ്ടുകാണ്.
ഓൾറെഡി ഈ ChatGPT തയ്യാറാക്കി തന്നാണ്. ഇനി അതിനെ ഡോക്ക് ആക്കേണ്ടതായിട്ടുണ്ട്. ഡോക്ക് മീൻസ് ടീച്ചിങ് യൂണിവേഴ്സിന്റെ റിസൾട്ട് വരും. ക്ലാസ് 2 ടീച്ചിങ് ലാംഗ്വേജ് കോപ്പി ഗൂഗിൾ ഡോക്ക് കോപ്പി എടുത്ത് വെച്ചിരിക്കുന്ന ഫോർമാറ്റ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കിടക്കുകയാണ്. ആവശ്യമുള്ള ചേഞ്ചസ് ഒക്കെ നമുക്ക് വരുത്തി അതിനെ ഇതില് ഇനി ഒരു കാര്യം കൂടെ, ഇംഗ്ലീഷ് കുഴപ്പമില്ലവർക്ക് ഈസിയായിട്ട് അടിച്ചെടുക്കാം. മലയാളം നേരിട്ട് ടൈപ്പ് ചെയ്യാൻ കഴിയുന്നവർക്ക് മലയാളം നേരിട്ട് ടൈപ്പ് ചെയ്യാൻ, എനിക്ക് മലയാളം നേരിട്ട് ടൈപ്പ് ചെയ്യാൻ അറിയില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ മംഗ്ലീഷ് എന്ന് പറഞ്ഞ മറ്റൊരു വെബ്സൈറ്റ്, മംഗ്ലീഷ് ഇപ്പോൾ അതെടുത്ത് നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള അവിടെ ടൈപ്പ് ചെയ്ത് ഇവിടെ എളുപ്പമാണ്. ക്ലിക്ക് ചെയ്ത് മംഗ്ലീഷ് ടൈപ്പ് ഗൂഗിളിനകത്ത് മംഗ്ലീഷ് അടിക്കുക. ഇംഗ്ലീഷ് കീബോർഡ് വരും. അതിനകത്ത് വേറെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇംഗ്ലീഷിലാണ് അടിക്കുന്നത്. ഇങ്ങനെ നോക്കിയിട്ട് ഇതിന് ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് ഇതിനകത്ത് ചില തെറ്റ് ചെയ്തൊക്കെ വന്ന് കഴിഞ്ഞ് മാറ്റി എടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഇംഗ്ലീഷ് മാത്രം ആവശ്യത്തിന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അവിടെ ഫയൽ പോയിട്ട് ഡൗൺലോഡിലെടുത്ത് കൊണ്ടുവരേണ്ട ഫോർമാറ്റ്. PDF ആയിട്ടാണ് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത്. PDF ആണെങ്കിൽ എന്താണ് അതിന്റെ ബെനിഫിറ്റ് എന്നാണ് നമുക്ക് അയച്ചു കൊടുക്കുക എളുപ്പമായിട്ട്. ആ PDF നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ അയക്കുമ്പോൾ PDF ആയിട്ട് അയച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. ഓപ്പൺ ആക്കി എടുക്കാനായിട്ട് എളുപ്പമാണ്. ഇല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്യണ്ട, സോഫ്റ്റ്വെയർ തരുമ്പോ അങ്ങനെ ആകെ ഇത് ഏറ്റവും കംപ്രസ്ഡ് ഫോർമാറ്റാണ് PDF. അതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. പ്രിന്റ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യണം, വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യണം. പലതരം ഞാൻ ഉപയോഗിക്കണം. ഓക്കെ, ഹലോ ടീച്ചേഴ്സ്, നമുക്ക് നമ്മുടെ സെക്കൻഡ് ടാസ്കിലേക്ക് കിടക്കാം. സെക്കൻഡ് ടാസ്ക് എന്താണ്? ഒരു ഇമേജിനെ വീഡിയോ രൂപത്തിലേക്ക് മാറ്റുന്ന ഒരു പ്രോസസ്. അല്ലെങ്കിൽ നമുക്ക് ഇമേജിനെ വീഡിയോയിലാക്കാം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പ്രത്യേകത ഒരു സ്റ്റോറി പറയുന്ന അല്ലെങ്കിൽ ഒരു നരേഷൻ തോന്നുന്ന ഒരു ക്യാരക്ടറിനെ ശരിയാണ്. അത് ഇച്ചിരി ചെറിയ ഒരു പ്രാവണം അതിന് വേണ്ടിയിട്ട് AI എന്ന് പറയുന്ന ഈ വാട്സപ്പിന്റെ സ്വന്തം AI എന്ന് പറയുന്ന ഈ ഉപയോഗിക്കുന്നത്. വാട്സപ്പിനകത്ത് AI ഉണ്ട്, പക്ഷെ അതിന് വേണ്ടി വീഡിയോ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല.
ചാറ്റ് ചെയ്യുക, കൂടെ ഇമേജ് ജനറേറ്റ് ചെയ്യുക. അത് എല്ലാവരും ഉപയോഗിക്കുന്നതിന് അതിൻ്റെ വെബ്സൈറ്റ് വർക്കിലാണ് എടുത്ത് സാധാരണ ചാറ്റ് ജിപിടി പോലെ ഒരു ചാറ്റ് ഏരിയയിട്ട് ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഫയലുകൾ ഫയൽ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ ഇമേജ്, വീഡിയോ. ഇമേജ് ആവശ്യമുണ്ടെങ്കിൽ ക്രിയേറ്റ് ഇമേജ് കൊടുക്കുക, വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ ക്രിയേറ്റ് വീഡിയോ കൊടുക്കുക. പിന്നെ അനാലിസിസും സ്റ്റോറിയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്രിറ്റിക് മെയർ ഫീൽഡ് നമ്മളൊരു അപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടായിരുന്നു ചെയ്ത് ഒരു സ്റ്റോറിയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതിന്റെ ടാസ്ക് നോക്കാം. ക്രിയേറ്റ് മീ മോറൽ സ്റ്റോറി. സെയിം നമ്മൾ ഡേ 1 പഠിച്ച സെയിം സാധനമാണ്. സ്റ്റോറി അതേ പ്രോംപ്റ്റ് ചെയ്ത് മാറ്റങ്ങൾ കൊടുത്തിട്ടേക്കാണ്. രണ്ടാമത്തത് ക്രിയേറ്റ് ചെയ്ത് നാരേറ്ററിനെ ക്രിയേറ്റ് ചെയ്ത് തരൂ എന്ന് പറയാണ്. നാരേറ്റർ എന്ന് പറയുന്നത് create me a flow ക്യാരക്ടർ അതിനകത്ത് അടുത്ത നരേഷൻ ഡയറക്റ്റ് തരാം. മുകളിൽ തന്ന സ്റ്റോറിയുടെ നരേഷൻ ഡയറക്റ്റ് തരാൻ അവസാനം ലിപ്സ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കിയാൽ വളരെ ചെറിയ രീതിയിലുള്ള നോക്കാം. മറ്റേ റെഡിയാണ്, ജോലി കൊടുക്കാം. ഫസ്റ്റ് പ്രോജക്റ്റ് എടുത്ത് അതിനകത്ത് എന്താണ് പറയുന്നത് നോക്കാം. Create me a moral story of rabbit and tiger. Both are thick friends and I need more story and must be kids friendly. I need more. അപ്പോൾ ഒരു സ്റ്റോറി നമുക്ക് ഒരു ആദ്യത്തെ സമയം വായിക്കുന്നത് കാരണം നമ്മുടെ സ്റ്റോറിയുമായിട്ട് റിലേഷൻ പുസ്തകമായിട്ട് ഫേസ് ചെയ്ത് നമ്മൾ കഴിഞ്ഞപ്പോൾ സ്റ്റോറി കാണാം. ഓക്കെ, അത് അവിടെ ഇരിക്കുന്നു. ഫസ്റ്റ് ടാസ്കായി ക്രിയേറ്റ് എ മോറൽ കാർട്ടൂൺ ക്യാരക്ടർ നാരേറ്ററായിട്ട് വരും. അതിൻ്റെ പ്രോഗ്രാം ശരി നിങ്ങളത് മാറ്റിയും കൊടുക്കണം. പറ്റിക്കാൻ എല്ലാവരും ഒരുപോലെ ഇരുന്നിട്ടുള്ളത് ഇപ്പോൾ ഒരു ഇമേജ് ജനറേറ്റ് ആയി വരണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വന്നില്ല. അവർ വന്നിരിക്കാൻ പറ്റില്ല. നമ്മളെ സൗണ്ട് പ്രിപ്പയർ ചെയ്തെടുത്ത് creating an image നമുക്ക് പോകാം. ഒരു ഇമേജ് കാർട്ടൂൺ ഇമേജ് തയ്യാറാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രോംപ്റ്റ് നമ്മളെ ലോജിക്ക് റിസൾട്ട് വരില്ല. അത് സ്റ്റോറി ജനറേറ്റ് ആയതുകൊണ്ടാണ് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പാടുന്നത്. ചാറ്റ് എടുത്തിട്ട് ക്രിയേറ്റ് ഇമേജ് എന്ന് നോക്കും. ചാറ്റ് കൊടുക്കാം. അതിനകത്ത് ഇതൊക്കെ ഒരു സൂപ്പർ കപ്പ. ഇതിന് 4 ഒന്നും ഇതിൽ കൊണ്ടുവരുമ്പോൾ താഴെ അനിമേറ്റ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടാവും.
ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏത് കാക്കയാണോ അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് അനിമേറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് കാക്കയെ അനിമേറ്റ് ചെയ്ത് കിട്ടുകയും ചെയ്യും. ഇത് കണ്ട് മതിയായിട്ട് ഒരുപാട് പ്രത്യേകമാണ്. പല പല അനിമൽസിനെ ക്രിയേറ്റ് ചെയ്ത് അനിമേറ്റ് ചെയ്ത് നോക്കാം. കാരണം മാത്രമേ നോക്കാം. മറ്റൊരുതല്ല. ഞാനത് ക്ലിക്ക് ചെയ്ത് തിരിച്ചോ ഇതിനെ നന്ദിക്ക് ടേൺ അറൗണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് നറേഷനാണല്ലോ കറങ്ങിക്കൊണ്ട് അപ്പൊ ഈ ക്യാരക്ടർ സംസാരിക്കണം. അതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ അതിൽ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വിൻഡോയിൽ നിന്ന് ഓപ്പൺ ആയി വരും. നമുക്ക് റൈറ്റ് സൈഡിൽ ടോപ്പ് ആയിട്ട് ഒരു ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഇമേജിനെ ഡൗൺലോഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഈ ഡൗൺലോഡ് ആയി വരുന്നത് ഏത് ഫോൾഡറാണോ നമ്മൾ ഡൗൺലോഡിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ പേര് പ്രോ എന്നുള്ളത്. അതെ അപ്പോൾ നമ്മുടെ മെറ്റയില് നമ്മൾ ഉദ്ദേശിച്ച ടാസ്കുകൾക്കായി സ്റ്റോൺ ക്രിയേറ്റ് ചെയ്ത് റൂട്ടറിനെ ക്രിയേറ്റ് ചെയ്ത് പോയാറായിട്ട് ഞായറാഴ്ച അത് കഴിഞ്ഞിട്ട് ഇനി മൂന്നാമത്തെ ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. ഈ നെരോഷൻ ബേസ് ചെയ്തിട്ട് നറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കണ്ടന്റ് വേണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പോസ്റ്റ് നമ്മൾ ഇവിടെ കൊടുക്കാൻ പറ്റില്ല. ഇത് മുന്നിൽ ജനറേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ആണ് മാറ്റി ഒരു സ്റ്റോർ ജനറേറ്റ് ചെയ്തിട്ടേ അത് ആലായത് സ്റ്റോറി ഒരു ഇമെയിൽ ജനറേറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് അത് പറഞ്ഞു. പക്ഷെ അവിടെ എനിക്ക് ഫെയിലിയറായി. അതിനകത്ത് കൊണ്ടുപോയി ഈ ലൈൻ പേസ്റ്റ് ക്രിയേറ്റ് സോഫ്റ്റ്വെയർ. എല്ലായ്പ്പോഴും റിസപ്റ്റ് എന്ന് വരണമെന്ന് ഓൺസൈറ്റ് മാറുന്നുണ്ട്. ഒരു കുഞ്ഞ് ലൈൻ സ്റ്റോറി പറയുന്നത്. ഓക്കെ ഇതിലേക്ക് കൺഫ്യൂഷൻ എല്ലാവരും ഇത് മറ്റേ നമ്മൾ ഓപ്പൺ ആക്കി മറ്റേ ഈ ഓപ്പൺ ആക്കിയിട്ട് ആദ്യത്തെ ഫോം ബാങ്ക് കൊടുക്കും. അപ്പോൾ സ്റ്റോറി കൊണ്ട് തയ്യാറാക്കി ഫോം ബാങ്ക് ഇത് സ്റ്റോറി തയ്യാറാക്കി തന്നു. തുടർന്ന് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ നരേറ്ററിനെ ക്രിയേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു. എന്നിട്ട് അത് ഇതിനകത്ത് ഫെയിലറായി. കാരണം ഇമേജിനകത്ത് ഇമേജ് നോക്കണം അത് സെലക്റ്റഡ് അല്ല. ഒന്ന് തന്നെ പുതുതായിട്ടൊരു സെറ്റ് എടുക്കുക. ക്രിയേറ്റ് ചെയ്യാനുള്ള ഈ രണ്ടാമത്തെ ഈ കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇത് കിട്ടി നമ്മുടെ ഈ നരേറ്ററിനെ പറ്റി നാല് ഇമേജ് എടുത്ത് അതിന് നമുക്ക് അനിമേറ്റ് കൊടുക്കുന്നു. അപ്പോൾ അവനെ അനിമേറ്റ് ചെയ്ത് ആദ്യത്തെ ഇഷ്ടപ്പെട്ടില്ല, രണ്ടാമത്തെ തന്നെ ഇഷ്ടപ്പെട്ടത് കൊടുക്കുക. അതിന് നമ്മൾ ക്ലിക്ക് ചെയ്തു. മറ്റൊരു ഓപ്പണായി ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ കമ്പ്യൂട്ടറിൽ മൂവ് വെച്ചു. പിന്നെ വീണ്ടും ടെക്സ്റ്റ് ഏരിയ ആയിട്ടുള്ള സ്റ്റോർ ടൈപ്പ് സ്റ്റോർ നെറ്റ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇത്രയായപ്പോൾ നെറ്റ് ഉപയോഗിച്ച് നമ്മൾ ലിപ്സിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പായിട്ടുള്ള ഫിക്സ് വേഴ്സ് പറയുന്നത് ആ വെബ്സൈറ്റിനകത്ത്
ഇതിനെ കോപ്പി എടുക്കുക. ഈ വരി ഇത്രയും കോപ്പി എടുക്കുക. പിക്ചേഴ്സിലേക്ക് പിക്ചേഴ്സും ഓൾമോസ്റ്റ് ഫ്രീ ആണ്. നമുക്ക് ഒരു ദിവസം 3 എണ്ണമൊക്കെ ചെയ്യാൻ പറ്റും. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തപ്പോൾ 90 ഉണ്ടായിരുന്നു. അതിൽ 2 എണ്ണത്തിന് ജീവനെണ്ണങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഇതാണ് അവൻ്റെ ഇന്റർഫേസ്. ഇതാണ് അതിൻ്റെ ക്രെഡിറ്റ് ഞാൻ നിങ്ങളോട് പറയാം. ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഈ പിക്സേഴ്സ് എന്ന് പറയുന്ന വെബ്സൈറ്റ് നമുക്ക് ഒരു ദിവസം പുതിയ യൂസറാണ് നിങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വേണ്ടി കിട്ടും. അപ്പോൾ ക്രെഡിറ്റ് അത്രയും നമുക്ക് കുറേ ടൈപ്പ് വേണ്ടി വരും. ക്രെഡിറ്റ് എന്ത് ചെയ്യാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യാനായിട്ട് ശരിപ്പോൾ ലിപ്സിംഗ് എന്ന് പറയുന്ന കാര്യമാണ് വേണ്ടത്. ലിപ്സിംഗ് ചെയ്യാൻ പറ്റും, ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, വീഡിയോ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കിട്ടും. അതുപോലെ ലിപ്സിംഗ് എന്ന് പറയുന്ന പരിപാടിയാണ് ഞാൻ തന്നെ വേണ്ടിയിട്ട് ഈ ലിപ്സിംഗ് ആക്കി. അപ്പോൾ ഇത് മാത്രമല്ല ബാക്കിയൊക്കെ അപ്പോൾ എന്താ ചെയ്യാം, അങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു എത്ര ക്രെഡിറ്റ് എടുക്കണമെന്ന് തുടർന്ന് ഇത് വീഡിയോ സെലക്ട് ചെയ്യാനുള്ളതാണ്. നമ്മുടെ കയ്യിൽ ഓഡിയോ ഉണ്ടാക്കി ലിപ്പ് സംസാരിക്കുന്ന പോലുള്ള സാധനത്തിനുണ്ടെങ്കിൽ ഓഡിയോ ഉണ്ട്, സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ നിലവിൽ നമ്മുടെ ഓഡിയോ ഇല്ല. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജനറേഷനെ ഇതിനകത്ത് കൊണ്ടുവരിക. ഈ പ്രോസസ് ഫസ്റ്റ് ലൈൻ മാത്രമേ എടുക്കാം. ഇത് മുഴുവൻ നമ്മൾ എടുക്കേണ്ടതാണ്. പക്ഷേ നമുക്ക് എന്തെന്താ ഫാഷൻ ഉണ്ട് കാണിക്കാം. ഇത്രയും ഉപയോഗിക്കാൻ ബാക്കി വെക്കുക. ഓക്കെ, അതുകൊണ്ട് ഞാൻ അവിടെയുള്ള പ്ലേസ് ചെയ്യും. അതൊക്കെ അതായത് ഈ ടെക്സ്റ്റിനെ വായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ചെയ്യാറ്. ഇതിവിടെ എന്താണ് ചെയ്ത് കൊടുക്കേണ്ടത്? ഈ കാണുന്ന ഏരിയയിലാണ് വീഡിയോ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇതിൽ ഈ ക്ലിക്ക് ഡ്രാഗ് പേസ്റ്റ് എന്ന് പറയുന്നത് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം വീഡിയോ ഇത് സെലക്ട് ചെയ്ത് വയ്ക്കുമ്പോൾ താഴെ കൺഫേം എന്നുള്ളത് സെലക്ട് ചെയ്ത് വയ്ക്കും. ഇത് കുറേ മുമ്പ് ഞാൻ ചെയ്ത കാര്യങ്ങളാണ്. ഇതാണ് എൻ്റെ ലേറ്റസ്റ്റ്. അതിൽ ക്ലിക്ക് ചെയ്ത് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഓക്കെ. അപ്പോൾ ടെക്സ്റ്റുമായി നമ്മുടെ വീഡിയോ ഫയൽ നമ്മൾ താഴെ വന്നിരിക്കുന്നത് ഇതാരെന്ന് പറയുന്നത് കാണിക്കത്തില്ല. ഓരോ ശബ്ദങ്ങൾ അത് ഈ ശബ്ദം കണക്ട് ചെയ്ത് കേൾക്കാൻ. I'm Oliver, full of energy and chasing my dreams. Every day brings new. I'm Liam with ഇത്രയും എല്ലാം ചെയ്തു പിന്നെ എങ്ങനെയാണ് ഈ വീഡിയോയും ഓഡിയോയും ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യിക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് എന്നത് ഈ പദ്ധതിയൊക്കെ.今天 Rabbit and Tiger are best friends. 今天 Craw Craw. Hello, little friends. Craw Craw. Craw Craw. It's me, Who the Crow. Craw Rabbit Craw, craw, hello, friends. Craw, craw, hello, friends. Craw, craw, hello, friends. Craw, craw, hello, friends. ഓക്കെ, ഇവിടെ മോളിൽ വന്നു കഴിഞ്ഞാൽ ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി Craw, craw, ഞാൻ ഈ ജിമെയിൽ നിന്ന് ഇറങ്ങി വേറൊരു Rabbit and ജിമെയിൽ 3 കൂടെ ചെയ്യാം. hello, friends. ഇങ്ങനെ ഡൗൺലോഡ് Craw, 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 hello, friends. Craw, craw, hello, friends. Craw, craw, hello, friends. Craw, നമ്മുടെ പുതിയ ശരിക്കുള്ള ഔട്ട്പുട്ട് ഫയൽ ഇത് വേണം നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ അയക്കാം. വേണ്ടിയിട്ട് ഇത് വേണം നമുക്ക് അയക്കാം. ലേറ്റസ്റ്റ് ഫൈനൽ റിസൾട്ട്
ഓക്കെ ഫ്രണ്ട്സ്, നമ്മള് Hello, friends. ഇതിന്റെ സാധ്യതകൾ അനന്തമാണ്. നമ്മുടെ പിള്ളേർക്ക് നമ്മൾ പഠിക്കുന്ന ബന്ധപ്പെട്ട ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അവർക്ക് നടക്കത്തില്ല. ഓക്കെ, ഇപ്പോ എല്ലാവരും ചെയ്ത് ഇടുക. നിങ്ങളുടെ അസൈൻമെന്റ് ഒക്കെ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ക്ലാസ് 2ന്റെ ഇതിനകത്ത് ഈ 3 കാര്യങ്ങൾ നമുക്ക് വേണ്ടി വരിക. നമ്മുടെ വർക്ക് ചെയ്യാനായിട്ട് ഇതിനെ എടുത്തിട്ട് അതിനകത്തുള്ള ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഉപയോഗിക്കാം. തുടർന്ന് AI ആപ്പ്, ഇതൊരു AI നോട്ട് ഗ്രൂപ്പ് ഉണ്ടാവും. അതിനകത്ത് ഒന്ന് കുറിച്ച് വയ്ക്കുക. ഇതുപോലെ ഒരുപാട് ടിപ്സുകൾ വരും, എല്ലാം അതിനകത്ത് എഴുതി വെച്ചേക്കും. ഭാവിയിൽ നമുക്ക് ഉപയോഗകരമായിരിക്കും. പിന്നെ 3ാമത്തെ അസൈൻമെന്റ് എടുത്ത് വായിച്ചില്ലെങ്കിൽ അതിനകത്ത് ചെയ്യും. ഇത് 0 ആണ്. അറ്റംപ്റ്റ് പോലെ നമ്മൾ ഓൺലൈനിൽ 0 ആണ് കാണിക്കുന്നത്. 120 വരുമ്പോൾ അതൊക്കെ നമ്മൾ അതനുസരിച്ച് വ്യത്യാസം. ഓക്കെ. അപ്പോൾ താങ്ക് യു. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. സംശയം ഉണ്ടായിട്ട് ഹാവ് എ നൈസ് ഡേ.